കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പസ്തോലിക പര്യടനം വിജയകരമായി പൂർത്തിയാക്കി മാർപ്പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തി. രോഗികളിലും ആരോഗ്യ പ്രവർത്തകരിലും യേശു വസിക്കുന്നു മാർപ്പാപ്പ. ഡിസംബർ കേരള സഭയിൽ ബൈബിൾ പാരായണ മാസം. കൊച്ചി രൂപതയുടെ മെത്രാനായി ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ സ്ഥാനാരോഹണം ഡിസംബർ 7. ഡിവൈനിൽ ക്രിസ്മസ് ഒരുക്ക ആന്തരിക സൗഖ്യധ്യാനം. വാർത്തകൾ വിശദമായി. അപ്പസ്തോലിക പര്യടനം വിജയകരമായി പൂർത്തിയാക്കി മാർപ്പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തി. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ തുർക്കിയിലും ലെബനോനിലും നടത്തിയ അപ്പസ്തോലിക പര്യടനം പൂർത്തിയാക്കി ലിയോ 14 പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തി. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ തുർക്കിയിലും ലെബനോനിലും നടത്തിയ അപ്പസ്തോലിക പര്യടനം പൂർത്തിയാക്കി ലിയോ 14 പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തി. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് പാപ്പ വത്തിക്കാനിൽ എത്തിയത്. പാപ്പയുടെ ആദ്യത്തെ അപ്പസ്തോലിക പര്യടനമായിരുന്നു ഇത്. ആക്രമണങ്ങളും ശത്രുതയും അവസാനിക്കട്ടെ, സായുധ പോരാട്ടം ഒരു പ്രയോജനവും നൽകുന്നില്ലെന്നാണ് നാം തിരിച്ചറിയേണ്ടത്, പാപ്പ ലെബനോൻ ജനതയോട് പറഞ്ഞു. ഓരോരുത്തരും സമാധാന സ്ഥാപനത്തിൽ അവനവരുടെ പങ്ക് നിർവഹിക്കണമെന്നും ഹൃദയങ്ങളെ നമുക്ക് നിരായുധമാക്കണമെന്നും സമാധാനം നീതിയും വിജയിക്കുന്ന എല്ലാവർക്കും പരസ്പരം സഹോദരി സഹോദരന്മാരായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഏകീകൃത ലെബനൻ എന്ന സ്വപ്നം നമ്മുടെ ഹൃദയങ്ങളിൽ പുനരുജ്ജീവിപ്പിക്കാം എന്നും പാപ്പ പറഞ്ഞു. രോഗികളും ആരോഗ്യ പ്രവർത്തകരിലും യേശു വസിക്കുന്നു മാർപ്പാപ്പ. രോഗികളിലും അവരെ പരിചരിക്കുന്നവരിലും എല്ലാ ആരോഗ്യ പ്രവർത്തകരിലും സമർപ്പിതരിലും ഡോക്ടർമാരിലും യേശു വസിക്കുന്നുണ്ടെന്ന് ലിയോ 14 പാപ്പാപ്പ. ലെബനോൻ സന്ദർശന വേളയിൽ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ക്രോസ് നടത്തുന്ന സ്ഥാപനം സന്ദർശിച്ച വേളയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. മാനസിക വൈകല്യമുള്ളവരെ പരിചരിക്കുന്ന സ്ഥാപനമാണ് ഇത്. രോഗികൾ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളവരാണ്. തന്റെ പ്രാർത്ഥനയിലും രോഗികളായ എല്ലാവരും ഉണ്ട്, പാപ്പ വ്യക്തമാക്കി. ആശുപത്രി ജീവനക്കാരെ പാപ്പ അഭിവാദ്യം ചെയ്തു. അവരുടെ കരുതലും പരിചരണവും ക്രിസ്തുവിന്റെ അനുകമ്പാപൂർണമായ സ്നേഹത്തിന്റെ വ്യക്തമായ അടയാളമാണെന്നും പാപ്പ പറഞ്ഞു. ഡിസംബർ കേരള സഭയിൽ ബൈബിൾ പാരായണ മാസം. ഡിസംബർ മാസം ബൈബിൾ പാരായണ മാസമായി കേരള കത്തോലിക്ക സഭ ആചരിക്കുന്നു. ദൈവചിന്തയും ദൈവിക നന്മയും സ്നേഹവും നിറഞ്ഞ കുറെ കൂടി നന്മയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്നതിനു വേണ്ടിയാണ് ഡിസംബർ മാസം മുഴുവനും ബൈബിൾ പാരായണ മാസമായി കേരള സഭ ആചരിക്കുന്നത്. വചന പാരായണ മാസത്തിന്റെ ഉദ്ഘാടനം വരാപ്പുഴ പുത്തൻപള്ളി ഇടവകയിൽ വെച്ച് KCBC ബൈബിൾ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രൂപതയുടെ മെത്രാനായി ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ സ്ഥാനാരോഹണം ഡിസംബർ 7. കൊച്ചി രൂപതയുടെ മെത്രാനായി ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ സ്ഥാനാരോഹണം 7 വൈകുന്നേരം 3 മണിക്ക് ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനിയിൽ നടക്കും. ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാഫോ മുഖ്യ കാർമ്മികനായിരിക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മുൻ കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വചനപ്രഘോഷണം നടത്തും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവരും പങ്കെടുക്കും. ഡിവൈനിൽ ക്രിസ്മസ് ഒരുക്ക ആന്തരിക സൗഖ്യധ്യാനം. ക്രിസ്മസിന് ഒരുക്കമായി ഡിസംബർ 12 മുതൽ 14 വരെ ക്രിസ്മസ് ഒരുക്ക ആന്തരിക സൗഖ്യധ്യാനം മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കും. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇനി അടുത്ത ചൊവ്വാഴ്ച. നന്ദി.